ശബരിമലയിലെ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് പുറമെ ശബരിമല തങ്ക കവാടം ഉപയോഗിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. ബംഗളൂരുവിലും ചെന്നൈയിലും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഇതുപയോഗിച്ച് പണപ്പിരിവ് നടത്തി എന്നാണ് വിവരം. ചെന്നൈയിലെ ചടങ്ങിൽ നടൻ ജയറാമിനെയും ഉപയോഗിച്ചു. തന്റെ പൂജാമുറിക്ക് മുന്നിൽ തങ്ക കവാടം 15 മിനിറ്റ് വെച്ചിരുന്നുവെന്ന് ജയറാം 24-നോട് പറഞ്ഞു. ഈ സംഗതി ഉണ്ടാക്കിയതിന് ഏകദേശം ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ മകരവിളക്കിന് അവിടെ വെച്ച് ഇദ്ദേഹം പരിചയപ്പെട്ടു, നമ്മുടെ ശബരിമലയിൽ വെച്ച്. ഫ്രണ്ടിലുള്ള നദിയും ബാക്കിയെല്ലാം സ്വർണം ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാനൊന്ന് വിളിക്കും, അപ്പോൾ ശബരിമലയ്ക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, അയ്യോ തീർച്ചയായിട്ടും വിളിക്കണം എന്ന് പറഞ്ഞു. അത്യാഗ്രഹം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് പോകുന്ന വഴി എന്റെ വീട് എവിടെയാണ്, അവിടെ ഒന്ന് ചവിട്ടി ശബരിമലയ്ക്ക് പോകുന്നതല്ലേ, അപ്പോ പിന്നെന്താ തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പോ അങ്ങനെ ആ പൂജ കാണിക്കുന്നത് എന്റെ വീടല്ല, അത് ഫാക്ടറിയിലാണ്. അതിനുശേഷം 1 മിനിറ്റ് എന്റെ ഏകദേശം ഒരു 10-15 മിനിറ്റ് എന്റെ പൂജാ റൂമിന്റെ അവിടെ കൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി അവര്. ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ സ്വർണ്ണ കവാടം മൂവാറ്റുപുഴയിലെ ഒരു വീട്ടിൽ ഒരു രാത്രിയും പകലും സൂക്ഷിച്ചു. ഇതിന് ലക്ഷങ്ങൾ ഈടാക്കി. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അതിനുള്ള സംവിധാനം അവിടെ ചെയ്യണം, എല്ലാം റെഡിയാക്കി വേണമെന്ന് പറഞ്ഞു. അതിനുള്ള പൈസ തന്നേക്കാമെന്ന് പറഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ചു. സഹോദരൻ്റെ കാറിലാണ് കൊണ്ടുവന്നത്, ഒരു വോൾവോ വണ്ടിയാണ്, അതിൻ്റെ പുറകിൽ വെച്ചാണ് കൊണ്ടുവന്നത്. അതിൻ്റെ പുറകിൽ കുറേ വേറെ വണ്ടികളും ഉണ്ടായിരുന്നു. ഇങ്ങനെ തരത്തിലൊരു പെട്ടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തടിയേൽ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയായിരുന്നു. ആദ്യം തന്നെ നല്ലൊരു മണിമന്ദിരമാണ്, 2 മണിയാണ് സമർപ്പിച്ചത്. അതിന് ജയറാമും ഉണ്ടായിരുന്നു, ഉണ്ണിപ്പോറ്റി ഉണ്ടായിരുന്നു. അജികുമാർ ഈ ബാംഗ്ലൂർ ഭയങ്കര ബിസിനസ്സും പിന്നെ വലിയ ആൾക്കാരുമായിട്ടാണ് പുള്ളിയുടെ ബന്ധങ്ങൾ. അപ്പം അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പുള്ളിക്ക് ബന്ധം ഉണ്ടായതായിരിക്കും. എന്നോട് പറയും എൻ്റെ പാർട്ണറാണ് എന്നും പറഞ്ഞ് എന്നെ കാണിച്ചു തരാറുണ്ട്. പോറ്റി മുഖേനയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് ഒരു ദിവസം ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ഇതിനെല്ലാം കൂടെ എത്ര ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എനിക്കൊരു 10-30 ലക്ഷം മുടക്കുണ്ടെന്ന് പറഞ്ഞു. ഉണ്ണിപ്പോറ്റിയാണ് ഡീലർ, അദ്ദേഹത്തിൻ്റെ അളിയന് ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. കോട്ടയം ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രദർശനം വെച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി വാസുദേവൻ പോറ്റിക്ക് വേണ്ടിയാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചത് എന്നറിയില്ല എന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. നോട്ടീസിലില്ല. ഈ സമർപ്പിക്കുന്ന 4-5 പേര് കൂടിയാണ് എന്ന് പറഞ്ഞതിൽ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മറ്റൊരാൾ ഒരു അജി എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ബാംഗ്ലൂർ ഒരു ബിസിനസ്സുകാരനാണ്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു വാസുദേവന്. അവരാണ് ഈ വാതിൽ കൊണ്ടുവരുന്നത്. രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിൽ വെച്ച് അവിടുത്തെ മേശാന്തി ഒരു പൂജയൊക്കെ കഴിച്ചാണ് ഇത് അവിടെ രഥത്തെ കയറ്റുന്നത്. വാസുദേവന് പോറ്റിയായിട്ട് പരിചയം വരുന്നത് ഈ അജി എന്ന് പറയുന്ന ആളുമായിട്ട്. ബാംഗ്ലൂരെ വ്യവസായി ഒരു അജിയുണ്ട്, അത് ഈ വാസുദേവൻ്റെ ഒരു കൊച്ചിനായിട്ട് വരും. അങ്ങനെയാണ് ആ പുള്ളിയായിട്ട് ബന്ധം വന്നത്. അദ്ദേഹമാണല്ലോ അതിൻ്റെ ഒരു പ്രധാന ആളെന്നുള്ളത്. നമ്മളെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതിൽ ഒരാളും അദ്ദേഹം തന്നെയാണ്. അജിയുടെ ഒരു നാട്ടിൽ നിന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു മരിച്ചു പോയ ഒരാൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.